ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിപക്ഷ ബഹളം രൂക്ഷമായതിനെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചതു മുതൽ പ്ലക്കാർഡുകളും ബാനറുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചു. അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ്. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ചോദ്യം നമ്പർ 151 ശ്രീ പ്രമോദ് നാരായൺ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. ബാനറും കൂടി താത്താൻ പറ. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുതെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളം തുടർന്നു. പ്രതിപക്ഷ ബഹളം രൂക്ഷമായതിനെ തുടർന്ന് സ്പീക്കർ ചോദ്യോത്തരവേള റദ്ദാക്കുകയും സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തു. തുടർന്ന് സഭാ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളം തുടർന്നു. ശേഷം പ്രതിപക്ഷ ബഹളത്തിനിടെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ അറിയിക്കുകയാണ്. ഏത് വിഷയവും സഭയിൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും ചർച്ചയിൽ നിന്ന് ഒളിച്ചോടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും മന്ത്രി MP രാജേഷ് നിയമസഭാ മീഡിയ റൂമിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നാടകം പൊളിഞ്ഞപ്പോൾ ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ, നാടകം നടുത്തളത്തിൽ അവതരിപ്പിക്കുക എന്നതാണ്. ഇപ്പൊ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുക എന്നുള്ളതൊക്കെ അപൂർവങ്ങളിൽ അത്യപൂർവമാണ്. കേരള നിയമസഭയിൽ പ്രത്യേകിച്ച് അത് നോട്ടീസ് പോലും കൊടുക്കാതെ, സാധാരണഗതിയിൽ ഒരു നോട്ടീസ് കൊടുത്ത് ചർച്ച ആവശ്യപ്പെട്ട് അതിന് തയ്യാറാവാതെ വരുമ്പോൾ തടസ്സപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. ഇത് എല്ലാ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട, എല്ലാ തരത്തിലുമുള്ള സമനില തെറ്റിയ പ്രകടനങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം നിയമസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.